അപ്പോൾ ഹലോ മക്കളെ, മമ്മിക്ക് ഉഷാറായിട്ടില്ല, എന്നാലും മമ്മി വന്നിട്ടുണ്ട്. ദേ അമ്മൂസൊരു മീൻ കറി വെക്കണത് അമ്മൂസിനെ കൊണ്ട് വെപ്പിക്കാന്ന് കരുതി. കതിരാൻ മീനാണിത്. മമ്മി നന്നാക്കി സെറ്റാക്കി കാലത്ത് മമ്മി വെച്ചതാണ്. മീൻ ചേച്ചി കൊണ്ടുവന്നതാണ്. കതിരാനാണ്, നല്ല മീനാണ് കേട്ടോ. കറി വെച്ചാൽ ഞങ്ങൾ ഇതിക്ക് മുന്നൊരു ദിവസം മേടിച്ച്, അപ്പോൾ കറി വെച്ചപ്പോൾ നല്ല ടേസ്റ്റ്. അപ്പോൾ പിന്നെ കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോൾ പിന്നെ ഒന്നും കൂടി മേടിച്ചതാണ് ഞങ്ങൾ. അപ്പം അതിൽ ഇന്നലെ മമ്മി വറക്കാനുള്ളത് വറുത്തു. ഇന്നലെ മോരുകറി വെച്ചപ്പോൾ അതിന് നല്ലതല്ലേ എന്ന് കരുതി. കുക്കർ അടിക്കണത് എൻ്റെ പൊന്നു മക്കളെ, മമ്മിക്കൊരു അബദ്ധം പറ്റി. ഇത് പറയണതിൻ്റെ ഇടയിലാണ് അത് പറയണേ. അബദ്ധം പറ്റി എന്ന് പറയണത്, അമ്മൂസ് ഇപ്പോൾ വരണേക്ക് മുന്നേ എനിക്ക് എന്താ പറയുക, കട്ടൻ ചായയും അമ്മ വരുമ്പോൾ കട്ടൻ ചായ വിശന്നല്ലേ വന്നെ, ഉച്ചയ്ക്ക് ഇച്ചിരി ചോറ് തിന്നണതല്ലേ. അപ്പം മമ്മി വൈകുന്നേരം 2 ദിവസം ഇലയട ഉണ്ടാക്കി. ഗോതമ്പ്, തേങ്ങ, ഏലക്കായ, ശർക്കരയൊക്കെ ചേർത്ത് ഇലയട ഉണ്ടാക്കി വെച്ചിരുന്നു. മഴയുണ്ടായി. അപ്പം മമ്മി അങ്ങനെ ചെയ്ത് വെച്ച് ആൾക്കപ്പം അതൊരു ഇതാണല്ലോ. അപ്പം ഇന്ന് മമ്മി എന്ത് ചെയ്ത്, ഇച്ചിരി സുഗീൻ ഉണ്ടാക്കാന്ന് കരുതി. അതിപ്പോൾ എല്ലാവർക്കും അറിയണതാണ്, മമ്മിക്ക് ഇഷ്ടമാണ് സുഗീൻ ഉണ്ടാക്കണത്. അപ്പം എന്ത് ചെയ്ത്, കുറേ നേരമായി വിസലടിക്കണേ. ചെറുപയർ അടപ്പത്ത് വെച്ചിട്ട് കുതിരാനൊന്നും ഇട്ടിട്ടില്ല. അതിപ്പോൾ അല്ലാണ്ട് തന്നെ നമ്മൾ സിമ്പിളായിട്ട് അടിക്കുമ്പോൾ ഒരു 4 വിസിൽ വന്നു കഴിഞ്ഞിട്ട് നന്നായി വേഗണതാണ്. അപ്പം മമ്മി എന്ത് ചെയ്ത്, അതിനകത്ത് 2 കഷ്ണം ശർക്കര ഇട്ട്. എൻ്റെ പൊന്നു മക്കളെ, എനിക്കറിയില്ലായിരുന്നു. ബോധവും ബുദ്ധിയൊക്കെ പോയി തോന്നുന്നുണ്ട്. ശർക്കര വെന്ത് കഴിഞ്ഞിട്ട് ഇടാൻ പാടുള്ളൂ എന്ന് തോന്നണേ. ശർക്കര ഇട്ടിട്ട് ഇപ്പോൾ 15ാമത്തെ വിസിലും കണ്ടിട്ട് അടിക്കണേ. സാധനം ഇതേവരെ എന്നോടാണോ നിന്നോടാണെങ്കിൽ അത് വെന്ത് വരുമോയെന്നറിയില്ല. വിസിലടിച്ചു, അതാണ് ആ വിസിൽ കേൾക്കണേ. അപ്പോൾ സുഗീനുണ്ടാക്കി, കട്ടൻ ചായ ഉണ്ടാക്കി. അത് കഴിക്കുന്നത് നിങ്ങളെ കാണിക്കുക. സുഗീൻ ഇപ്പം എല്ലാവരും ഉണ്ടാക്കണതാണ്, എന്നാലും നമുക്കൊരു വൈകുന്നേരത്തെ ഒരു ഇതും പിന്നെ അപ്പോൾ ഈ മീൻ കറി വെക്കുന്നതും കാണിക്കാം. അപ്പോൾ അതൊരു വീഡിയോ ആയല്ലോ എന്ന് കരുതിയില്ല. കുക്കിംഗ് വീഡിയോ ഇട്ടിട്ട് ഇപ്പോൾ കുറേ ദിവസം മമ്മിക്ക് വയ്യാത്ത കാരണമാണ്. മമ്മിയോട് ഒരാഴ്ച തല കഴുകരുതെന്ന് പറഞ്ഞേക്കണം. മമ്മി വയർത്തേക്കണമെങ്കിൽ ഇതൊക്കെ കംപ്ലീറ്റ് വയർത്തേക്കാണ്. ഇനി അമ്മൂൻ്റെ മീൻ കറി വെപ്പ് കഴിഞ്ഞിട്ട് വേണം മമ്മിക്ക് ഈ എന്നിട്ടാണ് കിഴി പിടിക്കാൻ, ചുടളം ചൂടാക്കി കുളിക്കാൻ. അപ്പോൾ അതിക്ക് മുന്നേ ഇത് സുഗീൻ റെഡി ആകുമെന്ന് മമ്മിക്ക് അറിയില്ല. ആകെ എനിക്ക് മക്കളെ കാണിച്ചു തരാം. അപ്പോൾ ഇപ്പം അതേ അമ്മുദേ മീൻ കറി വെക്കാൻ പോവുകയാണ്. മമ്മി പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ചട്ടി അടപ്പത്ത് വെച്ചു. ഇനി മമ്മിക്ക് ഹാൻഡ് ഓവർ ചെയ്യാ. കറുമ്പൻ ചാനലിലെ ആള് പറയുന്നത് കേട്ടിട്ടുണ്ട്, ഹാൻഡ് ഓവർ ചെയ്യാന്ന്. അപ്പം ഇനി മമ്മിക്ക് ഫോൺ ഹാൻഡ് ഓവർ ചെയ്യാ. ഹാൻഡ് ഓവർ എന്നല്ലേ, എന്നിട്ട് കൈമാറണം. എന്നിട്ട് ഇനി അമ്മു വെക്കണതായിരിക്കും. അപ്പം മമ്മി ഇത് കാണിച്ചു തരാം. അപ്പൊ നമ്മള് എണ്ണ നല്ല ചൂടായി. നമ്മള് വർത്താനം പറഞ്ഞ നേരം കൊണ്ട് തന്നെ ചട്ടി വെച്ച് വെളിച്ചെണ്ണ വെച്ചായിരുന്നു. അപ്പൊ നമുക്ക് എല്ലാവരും വെക്കണ മമ്മിക്ക് പറഞ്ഞു തന്നു കേട്ടാ. അപ്പൊ അമ്മു ആദ്യമായിട്ടാണ് മീൻകറി ആദ്യമായിട്ട് വെക്കണ്ട. അമ്മു നോൺ വെജ് ഒന്നും ഞാൻ വെക്കാറില്ല. പച്ചക്കറി, ചമ്മന്തി അതൊക്കെ എനിക്ക് അറിയുള്ളായിരുന്നു. ഇവിടെ വന്നപ്പോ ഞാൻ ചിക്കൻ വെക്കാം. ചിക്കനൊക്കെ വെക്കും. ഇന്നലെ മിനിയാന്ന് ചിക്കൻ വെച്ച്. അതൊന്നും പറഞ്ഞു കൊടുക്കണ്ട. ഇപ്പൊ അതൊക്കെ റെഡി ആയിട്ട് അപ്പൊ ഇങ്ങനെയൊക്കെയല്ലേ ഓരോന്ന് ചെയ്ത് പഠിക്കണേ. അപ്പൊ ഇപ്പൊ മീൻകറി അമ്മ തന്നെ വെക്കാന്ന് പറഞ്ഞു. അപ്പൊ അതേ ചട്ടി ചൂടായി. അതില് ഇഞ്ചി വേപ്പില ആകില്ല. ഇത് ഇട്ട് മൊരിഞ്ഞ് കഴിയുമ്പോ നമുക്ക് മഞ്ഞപ്പൊടിയും മുളക് പൊടിയും മാത്രം ഇടണുള്ളൂ. മമ്മി മല്ലിപ്പൊടി ഇടാനുള്ള, മല്ലിപ്പൊടി ഇടാൻ തേങ്ങ അരച്ചെടുത്തേക്കണേ. തേങ്ങ മിക്സിയിൽ അടിച്ച് വെച്ചിട്ടുണ്ട്, നന്നായിട്ട് അടിഞ്ഞിരിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ മല്ലിപ്പൊടി ഉപയോഗിക്കണില്ല, മുളക് പൊടിയും മഞ്ഞപ്പൊടിയും മാത്രമാണ് ഉപയോഗിക്കണേ. ഉപ്പിടാം. അപ്പം അങ്ങനെ ഒരു കറി, മീൻ കറി വെച്ചാൽ പിന്നെ വേറെ എന്താ, പയറും കായിരിക്കുന്നുണ്ട്, ഒലത്തിയതിരിക്കുന്നുണ്ട്. പിന്നെ ടെക്നോ വീണ്ടും ഇത് തുടങ്ങിയൊക്കെയാണ്. അപ്പോൾ ഫുഡ് ഡയറ്റിങ്ങിലായി. അപ്പം മമ്മി വെറുതെ ചിക്കൻ, ഒരു തക്കാളി, ഒരു ഇഞ്ചി, ഒരു ഉരുളക്കിഴങ്ങ്, എന്നിട്ടാണ് ഒരു കറിവേപ്പില, ഒരു പച്ചമുളക്, ചെറിയ ഗരം മസാല, കുരുമുളക് പൊടി, മഞ്ഞപ്പൊടിയൊക്കെ കൂടി അങ്ങോട്ട് തിരുമ്മി കൂട്ടി കുക്കറിലിട്ട് 3 വിസിലടുപ്പിച്ച് ആളുടെ കറി ഇരിക്കുന്നുണ്ട്. ഇനി ആൾക്ക് ദോശ ഉണ്ടാക്കിയാൽ മതി. വൈകുന്നേരം ഗോതമ്പിൻ്റെ 2 ദോശ കൂടി ഉണ്ടാക്കിയാൽ ആളുടെ അങ്ങനെ സെറ്റായി. പിന്നെ ഞങ്ങൾക്കാണ് ഇനിയിപ്പോൾ സുഗീൻ ഉണ്ടാക്കാൻ പറ്റുമോ, അത് സാരില്ല, മോൻ ഇരുന്നോട്ടെ. സുഗീൻ ഉണ്ടാക്കാൻ പറ്റുമോ ഇല്ലേ. അപ്പം നോക്കട്ടെ മമ്മി. ഇനി വിസൽ ഓഫ് ചെയ്തിട്ട്
വെന്തോന്ന് നോക്കട്ടെ. വെന്തട്ടില്ലെങ്കിൽ പണി പാളി മക്കളെ. സൂയിനുണ്ടാക്കൽ എനിക്കറിയാം. അറിയില്ല മോനെ, ഇത് പറ്റിപ്പോയി മമ്മിക്ക്. ഇതൊന്ന് വെന്ത് കഴിഞ്ഞിട്ട് ശർക്കര. എൻ്റെ വിചാരം അത് ശർക്കര ഇട്ട് കഴിഞ്ഞാൽ രണ്ടും കൂടി അങ്ങോട്ട് കിടന്ന് വെന്തോളൂല്ലോ എന്ന് എഴുതിയോണ്ട് മമ്മി ഇട്ട്. ഒരു രക്ഷയില്ല. ഒരു 10-20-25 വിസലം കണ്ടിട്ടേ. ഇങ്ങനത്തെ ഒരു പറ്റാനില്ല. ബോധം പോയി തോന്നണേ. ശരി, എന്നാൽ മമ്മി അത് ഓഫ് ചെയ്തിട്ടേട്ടാടാ. അപ്പം മക്കളെ, മീൻകറി ഇതേ അമ്മു ഇങ്ങനെ ആക്കിയിട്ടുണ്ട്. മീൻ ഇട്ടിട്ടില്ല, തിളച്ചിട്ട് മീനിടാന്ന് പറഞ്ഞ്. അപ്പം അങ്ങനെ ചെയ്ത് വെച്ചാൽ തിള വന്നിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ ഞങ്ങൾ വേറൊരു കാര്യം, മമ്മി ചെറുപയർ അടപ്പത്ത് വെച്ചത് 25 വിസലടിച്ച്. മക്കളെ, ഇങ്ങനത്തെ ഒരു ബോധമില്ലാത്ത പണി. സാധനം വെന്തില്ല. മമ്മി എന്നിട്ട് കളഞ്ഞ് കല്ല് പോലെ. ഇപ്പോഴും 25 വിസലടിച്ചാൽ കറക്റ്റ് 4 വിസലടിച്ചാൽ ചെറുപയർ വെള്ളത്തിലിട്ടില്ലെങ്കിലും നല്ല പഞ്ഞി പോലെ വേഗണതാ. ഇത് 25 വിസലടിച്ചിട്ട് ചെറുപയർ വന്നിട്ടില്ല. മമ്മിക്ക് വാശി, ഉണ്ടാക്കി തിന്നണം. സുയിനൊന്ന് ഉണ്ടാക്കി തിന്നണം എനിക്ക്. അപ്പം എന്ത് ചെയ്ത് ആ ചെറുപയർ കളഞ്ഞു. എന്നിട്ട് ഇതേ വേറെ പകുതി ചെറുപയറും കൂടി ഇരുന്ന് വെച്ച് അതെടുത്ത് മമ്മി അടപ്പത്ത് ഇട്ടും കൊണ്ടാണ് ഈ വന്ന് നിൽക്കണേ. അപ്പം അമ്മു ദേ മീൻ പിറക്കിയിടാൻ പോണ്. അമ്മു വെക്കണത് അമ്മു തന്നെ വെക്കട്ടെ എന്ന് കരുതി. അപ്പം നല്ലപോലെ മീൻ തിളച്ചിട്ടുണ്ട്. കതിരാനാണ്. നല്ല മീനാ കതിരാൻ. അപ്പം മീൻ പിറക്കിയിടേണ്. തിളച്ചു. അപ്പം ചോദിക്കും മീൻ കറിയൊക്കെ എന്തുട്ടാ. എന്നാലും നമ്മൾക്ക് അമ്മു വെക്കുമ്പോൾ അതൊരു പ്രത്യേകതയല്ലേ. മമ്മി വെക്കണ പോലെ അല്ലല്ല. പറഞ്ഞു കൊടുത്തെങ്കിൽ ആള് അത് തന്നെ. അപ്പം അത് അതെ അരങ്ങേറ്റം. അപ്പം ആള് വെച്ച് പഠിക്കട്ടെ. സിമ്മാക്കിയിട്ട് ഒന്ന് കളിക്കട്ടെ. ഈ മൺചട്ടി ആയതുകൊണ്ടേ സിമ്മാക്കിയിട്ടാൽ മതി. ഫുള്ളാക്കിയിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് വെള്ളവും പറ്റും. ഇതാകും. അപ്പം ഇനി നമുക്ക് മീൻകറി റെഡി ആയിട്ട് കാണിക്കാം. പിന്നെന്തെന്നാ സുഖിയൻ ഒരു 4-5 വിസലടിക്കട്ടെ. അപ്പം ഇന്ന് ഉണ്ടാക്കി ഞങ്ങൾ തിന്നും. കട്ടൻ ചായയും ഞങ്ങൾ ഇതും കൂടി കഴിക്കും. അപ്പം കാണിച്ചു തരാം. അപ്പം മക്കളെ, ഇനി റെഡിയാക്കിയിട്ട് പയറൊക്കെ വെന്ത് വന്നിട്ട് കാണിച്ചു തരാം കേട്ടോ മമ്മി. ഓക്കെ പറഞ്ഞമ്മു. അപ്പം മക്കളെ, എല്ലാവരും ആകാംക്ഷയോടുകൂടി 2-3 പേരായി പറയണേ തക്കുവിനെ കാണിക്കണമെന്ന്. തക്കുതേ ഇവിടെ എത്തിയിട്ടുണ്ട്. എന്താന്ന് വെച്ചാലേ തക്കു ഇവിടെ തന്നെ ഉണ്ട്. പക്ഷെ അവൻ ഇതിലേക്ക് വരില്ല. അപ്പം മമ്മി ഇപ്പം ഈ മീൻ കറി വെക്കാനെടുത്തപ്പോൾ അവൻ മീനിൻ്റെ മണം കേട്ട് ഓടി വന്നു. എന്നിട്ട് എന്ത് ചെയ്തു മമ്മി അതിൻ്റെ 2 വാൽ കഷ്ണമായിട്ട് നീളത്തിൽ കുരുകുരുന്ന് നുറുക്കി അത് തിന്നു കഴിഞ്ഞ്. പിന്നെ ടെക്നോന് മമ്മി മറ്റേ പാല്, ആള് കുടിക്കുന്ന പാല് ഈ പാലാണ്. ഈ പാലാണ്. ഗുഡ് ലൈഫിൻ്റെ ഈ പാലാണ് ആള് കഴിക്കണേ. അപ്പോൾ കുറച്ച് നേരത്തെ മമ്മി ഇത് കാച്ചി എന്തിട്ടാണ് ഓട്സ് മധുരവും പിന്നെ എന്തിട്ടാ അതൊരു പ്രത്യേക ഓട്സാണ്. നട്ട്സൊക്കെ ഉള്ള ഓട്സാണ്, മില്ലറ്റ്. അതിട്ട് കൊടുത്ത്. അപ്പോൾ ഇവൻ മേശമേൽ ചാടി കയറിയപ്പോൾ 3-4 സ്പൂൺ പാൽ അതിൽ നിന്ന് കുടിച്ച്. ഇപ്പം അത് കഴിഞ്ഞ് മീൻ കൊടുത്ത്. ഇതൊക്കെ എവിടേക്കാണ് പോകണമെന്നറിയില്ല. എൻ്റെ മോൻ്റെ ഇത്തിരി ചോറും ചിക്കൻ്റെ കരലും കൂടി പീച്ചി കൂട്ടി വാരി കൊടുത്ത് അത് തിന്ന് കിടക്കേ. അപ്പം എൻ്റെ ചക്കുക്കുട്ടൻ എല്ലാവരും അന്വേഷിക്കുന്നുണ്ട്. എൻ്റെ പൊന്നിനെ എല്ലാവരും അന്വേഷിക്കുന്നുണ്ട്. തക്കു ചാടല്ലേ തക്കു. തക്കുവിനെ എല്ലാവരും അന്വേഷിക്കുന്നുണ്ട്. അപ്പൊ ഒരു ഹായ് പറഞ്ഞേ. ഹായ്. റോള് ഇതിന് വലിപ്പം കൂടുതലാ. തക്കുക്കുട്ടാ. അയ്യോ. 2 പേരും കൂടി ഇനി ഇതാണ് അടിയിട്ട് എൻ്റെ കയ്യിൽ നിന്ന്. ഇവിടെയാണ് ഈ ഹാർട്ട് എന്ന് പറഞ്ഞല്ലേ അമ്മു. റോളു ഇങ്ങോട്ട് നീങ്ങ്. അപ്പൊ റോളുവിൻ്റെയും തക്കുവിൻ്റെയും കളികളാണ് ഇനി കുറച്ച് നേരം. അതന്നെ അങ്ങനെ വരും. പിന്നെ എൻ്റെ അടുത്ത് വന്നതാണ് ഈ കാണണേ. ബാ തക്കുമോൻ. തക്കുസേ ഭയങ്കര സ്നേഹം. പക്ഷെ ഇവനേലും വലിയ കണ്ടൻ പൂച്ചകൾ വന്നിട്ടുണ്ട് ഇവിടെ. മിനിയാന്ന് ഭയങ്കര കടി കൂടുതലായിരുന്നു. എന്നിട്ട് കാലിൻ്റെ അവിടെ കണ്ടിട്ട് മറ്റവൻ്റെ കടിച്ച് പൊട്ടി. തക്കുവിൻ്റെ കളികൾ മനസ്സിലായി തക്കുവിനെന്തോ. അതന്നെ ഇപ്പൊ മീൻ കിട്ടണം. പക്ഷെ മീൻ തിന്നു മോനെ. ഇനി മീൻ തലയും ഇതും കൂടി മമ്മി എടുത്ത് വെച്ചിട്ടുണ്ട്. ആ മീൻ്റെ അത് നാളെ തരാം. അങ്ങനെ അധികം തിന്നണ്ട. അധികം തിന്നാ
വേഗം വലുതാകും. ഇച്ചിരി വലിപ്പം കൂടുതലുള്ള ആള് ഇത് എവിടെ നിന്നാ വന്ന് കിട്ടിയെന്ന് ഞങ്ങൾക്കറിയില്ല. അത് തന്നെ വാലൊക്കെ ഇരിക്കണണ്ട. സൂപ്പറാണ് ആള്. നല്ല ഇതാണ്. എൻ്റെ കൂടെയാണ് ഇപ്പം എല്ലാവരും കിടപ്പ്. ഉണ്ടാവട്ടെ. അത് തന്നെ. പാല് കൊടുത്താൽ ഇഷ്ടം. പാല് കുടിച്ചോളും. അപ്പം അത് മമ്മി ഉച്ചയ്ക്കല്ല ഒരു 3:30 4 മണിയായപ്പോൾ മമ്മി അത് കൊടുത്ത് പാല് കൊടുത്ത് ഇത്തിരി. അത് കഴിഞ്ഞപ്പോൾ മീൻ കൊടുത്ത് അവന് ചോറ് എന്നിട്ടാണ് ചിക്കൻ്റെ കരലൂട്ടി ചോറ് പീച്ച് കൊടുത്തു കഴിഞ്ഞപ്പോൾ അവന് കൊടുത്ത് കഴിയാറായപ്പോഴത്തേനും വന്ന് ഒരു പിടി അതും തിന്ന്. അങ്ങനെ കുറേശ്ശെ എപ്പോഴെങ്കിലും തിന്നുകൊണ്ടിരിക്കണം. ഉണ്ട്. ഇപ്പൊ പുറത്തേക്ക് പോണില്ല. ആ കണ്ടനെ ഉപദ്രവിച്ചതിന് ശേഷം ആ പട്ടിക്കൂടിന്റെ മോളിൽ കയറി കിടക്കായിരുന്നു ഇത്. എന്നിട്ട് അവിടെ കയറി അതിനെ കടിച്ച് ഓടിച്ച് ഞാൻ എന്നിട്ട് കല്ല് വലിച്ചെറിഞ്ഞിട്ടാണ് മറ്റേത് പോയത്. അതിന് ശേഷം ആൾ പുറത്തിറങ്ങണില്ല. അതിനെ കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെ കിടന്നോട്ട് അകത്തേക്ക് ഇപ്പോൾ ഓടി അകത്ത് കയറി നിന്നോന്ന് പറഞ്ഞതേ ആ തീ കത്തിക്കണതിൻ്റെ അടിയിൽ ചൂടുണ്ടല്ലോ അതിൻ്റെ അടിയിലാണ് കിടക്കണ ആള്. ദേ തക്കോ ആണാണേ. പെണ്ണാണെന്നുണ്ടെങ്കിൽ റോളിപ്പാ അപ്പൊ ഇനി മക്കളെ സുയിനും കൂടി ഉണ്ടാക്കി കട്ടൻ ചായ തിളപ്പിച്ച് കഴിക്കുന്നത് കൂടി കാണിക്കണം. അതന്നെ ഒക്കെ കൂടി കാണിച്ചു തരാം ഒരുമിച്ച്. ഓക്കെ. അപ്പൊ മക്കളെ പരിശ്രമം എന്ത് പഠിച്ചു? ശർക്കര ഇട്ട് ചെറുപയർ വേവിച്ചാൽ വേഗില്ല എന്നുള്ളത് പഠിച്ചു. അതൊരു പാടായി അനുഭവങ്ങളിലൂടെ. അത് തന്നെ. അതേ അമ്മ പറഞ്ഞ ദേ ഇപ്പം മമ്മി രണ്ടാമത് ചെറുപയർ എടുത്ത് വേവിച്ച് ഇച്ചിരി അവലും ശർക്കരയും കൂടി ഇട്ട് ഉണ്ട പിടിച്ച് ഏലക്കായ ഇട്ട് ഉണ്ട പിടിച്ച് വെച്ചേക്കെന്താ. പിന്നെ ദേ ഇതിൻ്റെ ഇടയിൽ അമ്മൂൻ്റെ കറി മീൻകറി അടിപൊളി സൂപ്പറാ. ടേസ്റ്റ് സൂപ്പറാ. അടിപൊളിയായി. അടിപൊളിയായിട്ടുണ്ട്. നല്ലതാ. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി. അപ്പോൾ ഒരു 10 എണ്ണമാണ് മമ്മി ഉണ്ടാക്കണുള്ളൂ. ബാക്കിയുള്ളത് അങ്ങനെ തന്നെ നമുക്ക് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചിട്ടേ നാളെ വൈകുന്നേരത്തിന് ചായക്ക് ഉണ്ടാക്കാം. എന്തായാലും ഇന്ന് സുഖിയൻ ഉണ്ടാക്കി തിന്നിട്ടുള്ള കാര്യമുള്ളൂ മമ്മി വിചാരിച്ച്. അങ്ങനെ തോൽപ്പിച്ച് വിട്ട് കൊടുക്കാൻ പാടില്ലല്ല. ഈ ചെറിയൊരു കാര്യം ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ തോറ്റുപോയാൽ എന്ത് ചെയ്യും? അപ്പോൾ മമ്മി രണ്ടാമതിരുന്ന് പകുതി അര കിലോ ചെറുപയർ മേടിച്ചിട്ട് പകുതി എടുത്ത് കുറച്ച് മതിയിലോ എന്ന് കരുതിയിട്ട് അതിങ്ങനെ ആയി കഴിഞ്ഞപ്പോൾ അത് മാറ്റിയും കൊണ്ട് ബാക്കിയുള്ളതും കൂടി എടുത്ത് വേവിച്ചൊരു 3 വിസിലടിച്ചാൽ മതി. ഇത് വേഗം എന്താ വെള്ളത്തിലിട്ടില്ലെങ്കിലും. പക്ഷേ ഇതൊരു 25 വിസിലടിച്ചിട്ട് അപ്പം അതെ മനസ്സിലായി. അത് തന്നെ. ഇതുപോലെ ശർക്കര ഇട്ട് ഒന്നും വേഗൂല എന്ന് തോന്നണേ. ഇപ്പം നമ്മ ആ ഗോതമ്പ് പായസം വെക്കാൻ നുറുക്ക് ഗോതമ്പ് ഇട്ടാലും ഇട്ടാൽ വേഗൂല. ആദ്യം വെന്ത് കഴിഞ്ഞിട്ട് വേണം ഇടാൻ തോന്നണേ. ചൂടായാവോ? ഏതായാലും നോയല് വിളിച്ചിരുന്നു. അപ്പം ഞാനിങ്ങനെ പറഞ്ഞു ഇങ്ങനെ ആയിപ്പോയി. വേഗാഞ്ഞത് പറഞ്ഞോ നമ്മ ഇല്ലെന്ന് പറഞ്ഞല്ലേ? പറഞ്ഞില്ല. പിന്നെ ഇതെങ്ങനെയാകുന്നാവോ? ഇത് ഇങ്ങനെയൊക്കെ ഇതാക്കി വെച്ചിട്ടുണ്ട്. ചെറിയ ഇച്ചിരി അരിപ്പൊടിയും മൈദയും ഉപ്പും കൂടി ഇട്ട് ലേശം മഞ്ഞപ്പൊടി ഇട്ട് കളർ വരാൻ വേണ്ടി കുഴച്ചെടുത്തതാണ്. എടുത്ത് വെച്ചേക്കുന്നതാണ്. ഇനി ഇത് നമുക്ക് സുഗീൻ ഉണ്ടാക്കാം. ദൈവമേ അതന്നെ കാത്തോണേ. എന്തുട്ടെന്ന് പറയാ നമ്മ എന്തുട്ടാണ് ഒരു സിനിമയിൽ പഠിച്ചോനെ കാത്തോളി എന്ന് പറയണ പോലെ ഇട്ട് കോട്ടിങ്ങും ഒക്കെ പിടിച്ചിട്ടുണ്ട്. ഇനി ഇത് നോക്കാം. പോയല്ലേ എടുത്തിട്ടപ്പ അത് സ്പൂൺ കൊണ്ട് ഇടണം തോന്നണം അല്ലേ അമ്മു? അങ്ങനെയാണോ? അതന്നെ. നമുക്ക് ഈ പറഞ്ഞ പോലെ അറിയണില്ലല്ലോ. നമ്മ ആദ്യമായിട്ട് ചെയ്യണ ഓരോ പണികളാണ്. ഇതൊക്കെ വെറും സിമ്പിളാണ് ഉണ്ടാക്കണവർക്ക്. നമ്മളീ പറഞ്ഞ പോലെ കൈ പിടിക്കും അവിടുത്ത്. 5 കിടന്നാകട്ടെ അല്ലേ? 5 പിന്നീട് 5 അത് കോരിയെടുത്ത് കഴിഞ്ഞിട്ട് ഇടാം അല്ലേ? സുഗീൻ അങ്ങനെ അടപ്പത്തായിട്ടുണ്ട്. മീൻകറി അങ്ങനെ കാണിച്ചു.
എന്നാലും ആദ്യത്തെ പണി പാളി. അപ്പോൾ മക്കളെ അല്ല എല്ലാവർക്കും അറിയായിരിക്കും, മമ്മിക്ക് ഇങ്ങനെ പൊട്ടം പണി പറ്റിയ പോലെ ഒരാൾക്കും പറ്റൂലല്ലോ. ചെറുപയറിൽ മധുരം ഇട്ട് വേവിച്ച അത് എളുപ്പപ്പണി. വെന്ത് കിട്ടിയപ്പോൾ അതങ്ങനെ അങ്ങോട്ട് ശർക്കരയും ഉരുകി അങ്ങനെ വെന്ത് കിട്ടിയില്ലോ അങ്ങനത്തെ ഒരു ചിന്തയിലാണ് ചെയ്തത്. പക്ഷേ പണി പാളിപ്പോയി. അറിവുള്ളവർ ഇപ്പം എന്നെ കളിയാക്കും, പൊട്ടം പണി ചെയ്യുമോ എല്ലാവരും എന്ന്. ഇപ്പം റോയലിപ്പോൾ ദോശയും ഗോതമ്പിൻ്റെ ദോശയും ചിക്കനും കൂടി കഴിച്ച് വന്ന്. അപ്പം ഞാൻ ഇത് ഉണ്ടാക്കാനായിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെന്തിട്ടോ മമ്മി സുഖീന ഉണ്ടാക്കാൻ പോണു. നമ്മൾക്ക് അല്ലെങ്കിൽ ഡയറ്റ് എടുക്കുമ്പോഴാണല്ലോ നിങ്ങൾ ഇതൊക്കെ ഉണ്ടാക്കുള്ളൂ എന്നും പറഞ്ഞും കൊണ്ട് പോയി. അപ്പം ഇത് മക്കളെ കോരി എടുത്തിട്ട് മമ്മി കാണിച്ചു തരാം കേട്ടോ. റെഡിയായി കോരി എടുത്ത് മൊരിയിട്ടെ. അപ്പോൾ മമ്മി കാണിച്ചു തരാം. ചൂടേ കട്ടൻ ചായ ചൂടേ ഇതേ. അപ്പം മക്കളെ മമ്മി വിജയിച്ചു. ഇച്ചിരി എന്താ പറയാമോ, ബുദ്ധിമുട്ടെങ്കിലും അവസാനം വിജയം കൈവരിച്ചു. ദേ അടിപൊളി അടിപൊളി സുഖിയൻ കിട്ടിയിട്ടുണ്ട്. അപ്പം ഇത് മക്കളെ കാണിച്ചു തന്നെന്ന് മമ്മിക്കൊരു ആഗ്രഹമായിരുന്നു. എന്താണെന്ന് വെച്ചാൽ നമ്മ ഇങ്ങനെയല്ലേ ഓരോന്ന് ഈ സുഖി എന്ന് പറയുന്നത് നിങ്ങൾ വിചാരിക്കും ഇത് ഇത്ര വലിയ സംഭവമല്ലാന്ന്. പക്ഷേ നമ്മൾ ആദ്യമായിട്ട് ഉണ്ടാക്കുമ്പോൾ അതൊരു സംഭവം തന്നെയല്ലേ. അപ്പം ആദ്യത്തെ ചീറ്റിപ്പോയി. 250 ചെറുപയർ, 2-3 കട്ട ബെല്ലം, ശർക്കര അതൊക്കെ പോയി. അത് പോട്ടെ. രണ്ടാമത് മമ്മി ദേ അടിപൊളിയായിട്ട് സുഖിയൻ ഉണ്ടാക്കി. സൂപ്പർ അടിപൊളി സൂപ്പർ. ലേശം ഇതിൽ പിടിക്കാൻ അവലിടണമെന്ന് മമ്മി കേട്ടിട്ടുണ്ട്. അപ്പം ഇച്ചിരി അവലും അടിപൊളി. നല്ല ചൂട്, നല്ല കറുമുറ് ചൂടായിട്ടിരിക്കുന്ന കട്ടൻ ചായയും നല്ല ചൂട് കട്ടൻ ചായ മമ്മിക്ക് ഇഷ്ടമല്ല. മമ്മിക്ക് ചായയല്ല എന്തായാലും തണുത്തിട്ടാ കുടിക്കുള്ളൂ മമ്മി. അപ്പം മക്കളെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ സുഖീൻ മമ്മി ഉണ്ടാക്കി ജയിച്ചു. ട്രൈ ചെയ്ത് നോക്കാം. അത് തന്നെ സൂപ്പറാണ്, പെട്ടെന്ന് കഴിയുന്നതാണ്. ചെറുപയറൊന്ന് വേവിച്ചെടുക്കുക, 3 വിസിലടിച്ച് വേവിച്ചെടുക്കുക, ഇച്ചിരി ശർക്കര ഒഴിച്ച് ഉരുക്കിയിടുക, ഏലക്കായ പൊടിച്ചിടുക. അപ്പം സുഖീൻ സൂപ്പർ സുഖീൻ. എന്താ പറയുക, ഇല്ല മധുരം തൊട്ടേ കയറിയതല്ല, ഇങ്ങനെ ഇത് ചുമച്ചപ്പോൾ അത് ഇതായിപ്പോയി. അപ്പോൾ മക്കളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കേ.